അപ്പോൾ നമ്മളിന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും. ചിക്കൻ ബിരിയാണി ഒരു 10-20 കിലോ 22 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോണത്. കൊട്ടി രതീഷ് നമ്മുടെ ഓർഫനേജിലേക്ക് ഡൊണേറ്റ് ചെയ്യാനാണ്. ഓക്കെ, അതാണ് കുറച്ച് കൂടുതൽ ചിക്കൻ എടുത്തത്. നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം അതൊക്കെ. അപ്പോൾ നമ്മളിന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോകണം. ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലക്കാടൻ സ്റ്റൈൽ ചിക്കൻ ബിരിയാണി. നമ്മൾ ഈ ഇറച്ചിയും ചോറും ഒക്കെ കൂടി മിക്സ് ചെയ്തൊരു ചിക്കൻ ബിരിയാണി നമ്മുടെ കൂടുതലായിട്ട് ഉണ്ടാക്കണം. നമ്മുടെ തമിഴ്നാട് സ്റ്റൈലാണത്. പക്ഷേ അതൊരു പ്രത്യേക റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അത് നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ്. ഒരുപാട് പണിയൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇത്തിരി കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ചുണ്ടാക്കണമെങ്കിൽ വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ നമ്മുടെ റെസിപ്പിയൊക്കെ നോക്കിയിട്ട് അതിൽ കുറച്ചിൻ്റെ അനുയോജ്യമായ രീതിയിൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ചൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് എൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒക്കെ ഫോളോ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അധികം വൈകിപ്പിക്കില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അധികം വൈകിക്കില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ചിക്കനൊക്കെ ഒരു 3 നേരം നമ്മൾ നല്ലപോലെ കഴുകിയിട്ടുണ്ട്. മാറ്റാം. ഓക്കെ, റെഡി. നമുക്കിത് അരി ഒന്ന് അളന്നെടുക്കണം. മതി. ഇതൊരു കിലോ ഏകദേശം 129 രൂപ ഉണ്ട്. 80 രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. ഇതൊത്തിരി നല്ല അരി ആയതുകൊണ്ട് 129 രൂപ വരെയാണ്. നല്ല നീളം ഉണ്ടാകുന്നത്. അത് അളന്ന് കഴുകുക. ഒരു 18 കിലോ അരി എടുത്തിട്ടുണ്ട്. കാറ്റുണ്ടതാണ്. ഇത് 5 കിലോൻ്റെ പാക്കറ്റാണ്. ഇതൊരു പാത്രം അരി കറക്റ്റായിരിക്കും. അപ്പോൾ ഒരു പാത്രത്തിന് 2 പാത്രം വെള്ളം ഒഴിക്കണം. അതാണ് അളവ്. കറക്റ്റ് ഒരു പാത്രം അരി ഉണ്ടാവും. കറക്റ്റ് ഒരു പാത്രം അരിയാണ്. ഇപ്പോൾ 2 പാത്രം വെള്ളം ഒഴിച്ചാൽ കറക്റ്റായി. നമുക്ക് കഴുകിയിട്ടൊന്ന് സോക്ക് ചെയ്യണം. ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചാൽ ശരിക്ക് ഇതായി വരുള്ളൂ അരി. വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം. ഇതൊരു 1-2 തവണ കഴുകിയിട്ട് ഒന്ന് 1 മണിക്കൂർ സോക്ക് ചെയ്താൽ സംഗതി അടിപൊളിയാവും. ഓക്കെ, കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ അരി നല്ല കുതിർന്ന് വരും. അടച്ച് വയ്ക്കാം, അവിടെ ഇരിക്കട്ടെ. നമ്മുടെ തീ നന്നായി കത്തണം. നമുക്ക് ചട്ടി വെച്ച് ചോറ് റെഡിയാക്കി എടുക്കാം. നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്. നെയ്യ് ഒഴിക്കാം. നെയ്യ് കുറച്ചുകൂടെ നെയ്യ് വേണം. ഓയിൽ നെയ്യ് മാത്രം ഒഴിച്ചാൽ പോരാ. 20 കിലോനുണ്ടല്ലോ. ഒരു 2.5 ലിറ്റർ 2.25 ലിറ്റർ ഓയിൽ ഒഴിക്കണം. ഇത് മുഴുവൻ ഒഴിക്കാം. 3 ലിറ്റർ എണ്ണയും 1 ലിറ്റർ നെയ്യും. എണ്ണ നന്നായി ഒന്ന് ചൂടായതിനു ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്കായ്, കുറച്ച് ബേ ലീവ്സ്. പട്ടൻ്റെ ഇലയാണത്. ഇനി കുറച്ച് പച്ചമുളക് മതി. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം.
ഉള്ളി ഒന്ന് നന്നായി വാടി വന്നതിന് ശേഷം നമ്മൾ ചെറിയുള്ളിയുടെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ചേർത്താൽ ശരിക്കും ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ബിരിയാണിക്ക്. ഇനി നമുക്ക് കുറച്ച് ചെറിയുള്ളി പേസ്റ്റാണത്. ചെറിയുള്ളി ചേർത്താൽ ശരിക്കും ഒരു മണം കിട്ടുള്ളൂ ബിരിയാണിക്ക്. ചെറിയുള്ളി ഇട്ടപ്പോൾ തന്നെ എന്താ മണം. ഇനി കുറച്ച് പുതിനയില. നല്ല കാറ്റാണ് ഇവിടെ. കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഇഞ്ചി പേസ്റ്റ്, നന്നായി മൂത്തതിന് ശേഷം ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മസാലകളൊക്കെ ഒന്ന് ചേർക്കാം. ഇത് കുറച്ച് പെരിഞ്ചീരകവും കുരുമുളകും കൂടി വറുത്ത് പൊടിച്ചതാണ്. ഇത് നമുക്ക് ചേർക്കാം. ഇത് നമുക്ക് ഹോം മെയ്ഡ് ബിരിയാണി മസാലയാണ്. പട്ട, ഗ്രാമ്പു, ഏലക്കായ്, ജാതിപത്രി, തക്കോലം, ജാതിക്ക എന്നിവ പൊടിച്ച് വറുത്ത് പൊടിച്ചാണിത്. നമുക്ക് ചേർക്കാം. ഇനി കുറച്ച് മുളക് പൊടിയാണിത്. കാശ്മീരി ചില്ലിയാണ്. കുറച്ച് നല്ല കളറുണ്ടാവും. ഇനി നമുക്ക് സാധാ മുളക് പൊടിയും കൂടെ ചേർക്കണം. ഇത് സാധാ മുളക് പൊടിയാണ്. അവരവരുടെ എരിവിനനുസരിച്ച് ചേർക്കാം. കേട്ടോ, ഇളക്കാം. കുറച്ച് മല്ലിപ്പൊടിയാണത്. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ അത്രയേ ഉള്ളൂ. അത് നമുക്ക് സംഗതി കുറച്ചുണ്ടാക്കണമെങ്കിൽ നല്ല സുഖമാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പൊടികളൊക്കെ ഒന്ന് നല്ലോണം മൂത്ത് വരട്ടെ. ഇനി നമുക്ക് കുറച്ച് തൈര് ഒഴിക്കാം. തൈരിൻ്റെ മെയിൻ സാധനമാണ്. അങ്ങനെ ഏകദേശം അടിപൊളിയല്ലേ? ചിക്കൻ ഇട്ട് കൊടുക്കാം. ചട്ടി പിടിച്ചോ. ഒന്നേ നടക്ക്. ചിക്കൻ ഉടയാൻ മുകളിലോട്ട് ഇളക്കുമ്പോൾ ചിക്കൻ്റെ മുട്ടാണ്ട് ഇളക്ക്. അടിയും തോണ്ടിയും ഇടാണ്ട്. നമ്മളിൽ ഉപ്പ് ചേർത്തില്ല. നമ്മൾ ഉപ്പ് ഇനിയാണ് നമ്മൾ ചേർത്തത്. ചിക്കൻ ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർത്താം. ഉപ്പ് കൊണ്ടുവാ കേട്ടോ. സൈഡൊക്കെ ഇടും. ഇനി നമുക്ക് ഒരു 2 പാത്രം വെള്ളം ഒഴിക്കാം. ഒരു പാത്രം കൊണ്ട് വെള്ളം ഒഴിക്കാം. അപ്പോൾ 2 പാത്രമായി. ഓക്കെ, മതി, വെള്ളം മതി. 1-ന് 2 ബസുമതി ആയിരിക്കും വെള്ളം. ഇതൊക്കെ നമ്മൾ മസാല സൈഡ് ഒരു വെള്ളം തിളയ്ക്കണ വരെ ഒന്ന് അടച്ചു വയ്ക്കാം. തിളക്കട്ടെ. നമ്മൾ അരി സോക്ക് ചെയ്യാൻ വെച്ചത് കോരിയെടുക്കണം. ഇതിൽ വെള്ളം ഒട്ടും പാടില്ല. കാരണം നമ്മൾ 1-ന് 2 വെള്ളം നിലവിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു വെള്ളം നല്ലോണം സോക്ക് ചെയ്താണെങ്കിൽ 1-ന് 1.25 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ നമ്മൾ 1/2 മണിക്കൂർ സോക്ക് ചെയ്തതാണ്.
നമ്മളൊരു 10-15 മിനിറ്റ് അടച്ചു വെച്ചിട്ട് തുറന്ന് നോക്കാം. വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഇനി കുറച്ച് ചെറുനാരങ്ങ നീരാണിത്, ഇതൊന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ചോറ് ശരിക്കും ഒട്ടാണ്ട് വരുള്ളൂ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി വിടാം. ഒന്ന് കലക്കിങ്ങാണ്ട് എരിവും ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് അരി കൊട്ടി വിടാം. അപ്പോൾ നമ്മൾ ഉപ്പും എരിവൊക്കെ നോക്കി, ഉപ്പ് ലേശം കുറവായിരുന്നു, ഉപ്പ് ലേശം ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇളക്കാം, ഒന്ന് ഇളക്കിത് അടിയോടെ ഇളക്കും. കുറച്ചുകൂടെ ഉണ്ടായി. സംഗതി റെഡിയായി. ഇന്നൊരു 15-20 മിനിറ്റ് കൊണ്ട് നമ്മുടെ ബിരിയാണി റെഡി. അടിയോടെ പതുക്കെ ഇളക്കരുത് ദിശ, ഇറച്ചിയൊന്നും ഉടയാതെ ആ പീസൊക്കെ അങ്ങനെ ഇരിക്കണം. അപ്പോഴേ ശരിക്കും ബിരിയാണി ആകും. റെഡി. ഓക്കെ, മൂടി വയ്ക്കാം, ഒന്ന് തിളക്കട്ടെ. തുറന്നൊന്ന് ഇളക്കി വിടാം. മതി, സംഗതി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. നമുക്ക് അടച്ച് ദമ്മിടതിന്. നമ്മളിനി കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുക്കാം. നമ്മൾ ദമ്മിൽ വെച്ചതിലാണ് വറുക്കാൻ വേണ്ടി പോകണം. വെറുതെ തീ വേസ്റ്റ് ആക്കണ്ടാണ്. നമുക്കിന് അണ്ടിപ്പരിപ്പ് ആദ്യം ഒന്ന് ചൂടാട്ടെ, എന്നിട്ട് നമുക്ക് മുന്തിരി വറുത്തെടുക്കാം. നമ്മൾ അണ്ടിപ്പരിപ്പായി പെട്ടെന്നാകുന്നുണ്ട് സാധനം. നല്ല തീയല്ലേ, നല്ല ചൂടാണ് മുകളിൽ, നല്ല കാറ്റ് ഓടിക്കുന്നുണ്ട്. റെഡി. തുണി കൊണ്ടാ. ഓക്കെ റെഡി. നമ്മളൊരു 10-15 മിനിറ്റ് ദമ്മിൽ വെച്ചിട്ടുണ്ടാവും. നമുക്കിതിനെ അവിടെ ഇരിക്കട്ടെ. ചോറൊക്കെ വന്നിട്ടുണ്ട്. വലിയ ചട്ടകൂട്ടം ഇളക്കിയാലേ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുത്തില്ലേ, അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കാം. നമുക്കിത് ഇറക്കി വയ്ക്കാം. നല്ല അടിപൊളിയായിട്ട് ആയിരുന്നു ചോറ്. ചോറൊന്ന് ചൂടാറി കഴിയുമ്പോൾ നല്ല രസകരമായിരിക്കും. അപ്പോൾ അതൊക്കെ ഇളകാണ്ട് എടുക്കണം, അല്ലെങ്കിൽ ഇറച്ചിയൊക്കെ പൊട്ടിപ്പോന്നു. അടിപൊളിയായിട്ടുണ്ടോ? തൈരിൽ വെള്ളം ഒഴിച്ചു, വെള്ളം കൂടി പോയിട്ടാ. തൈരിൽ ഇത്ര വെള്ളം ഒഴിക്കാൻ പാടില്ല. ഓക്കെ, കഴിക്കട്ടാ. ഇതിൽ ചാറില്ല, അതന്നെ കേട്ടാ നമ്മളെ ബിരിയാണി പാലക്കാട്.
തൈരാണ് ഇതിൻ്റെ ചാറ്. ഞാൻ കഴിക്കുക. വിളിച്ച് എങ്ങനെയുണ്ടാ? അടിപൊളിയായിട്ടാ. പോളി ഗാർഡൻ എന്ന് പറഞ്ഞൊരു ഓർഫനേജിലാണ്. നമ്മുടെ ഒറ്റപ്പാലത്താണ്, പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തുള്ള ഓർഫനേജിലാണ്. ഞാൻ മിക്കവാറും ഇവിടെയാണ് വരാറുള്ളത്. അപ്പോൾ എന്നോട് പല ആളുകളും ചോദിച്ചിട്ടുണ്ട് ഇത് ഓർഫനേജ് എവിടെയാണെന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ഇവിടെ വരെ ഒന്ന് വന്ന് ഇവരൊക്കെ ഒന്ന് കണ്ട് ഇവർക്ക് നമ്മളൊക്കെ വരുന്നത് ഭയങ്കര സന്തോഷമാണ്. ഫുഡോ നിങ്ങളെ കൊണ്ട് ആകണം എന്തെങ്കിലുമൊക്കെ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. ജ്യൂസാ? അത് ഇനി വേണോ? ഇനി വേണ്ട, ഇനി വേറെ ജ്യൂസ് കൊണ്ടുവരാം. ഓക്കെ ശരി. സന്തോഷമായി. ഓ